അങ്ങനെ ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ വെസ് താനോസ് എന്ന വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റൈഡറിനെ അവിടെ വന്നിരിക്കുന്ന ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എന്ന ടീം അറ്റാക്ക് ചെയ്യുകയാണ്. ഗോസ്റ്റ് റൈഡർ ആണെങ്കിൽ അറ്റാക്കിൽ നിന്നെല്ലാം ബേബി താനോസിനെയും എടുത്ത് ഒഴിഞ്ഞു മാറുന്നതല്ലാതെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നില്ല. കാരണം താൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ അവരെല്ലാവരും മരിക്കുമെന്നും താൻ അവരെ കൊല്ലുന്നത് ബേബി താനോസ് കാണുന്നത് തെറ്റാണെന്നും അത് ചിലപ്പോൾ ബേബി താനോസിൻ്റെ ഉള്ളിൽ കൊലപാതകങ്ങളോട് ഇഷ്ടമുണ്ടാക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടുമാണ് ഗോസ്റ്റ് റൈഡർ ഗാർഡിയൻസിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കൈവശമുള്ളതുകൊണ്ട് ക്യാപ്റ്റൻ മാർവൽ എന്ന പുതിയ പേരിൽ അറിയപ്പെടുന്ന മിസ് മാർവലും, പിന്നെ അയൺ ഗ്രൂട്ട് എന്നറിയപ്പെടുന്ന റോക്കറ്റും, പിന്നെ ജഗർഡക്ക് എന്നറിയപ്പെടുന്ന ഹൊവാർഡ് ഡക്കും, പിന്നെ ജൂബിലിയും, പിന്നെ അവരുടെ ലീഡറായ കേബിളുമാണ്. ഇവരെല്ലാവരുമാണ് ഇപ്പോഴത്തെ പുതിയ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഫൈറ്റൊക്കെ നിർത്തിയിട്ട് നീയൊക്കെ എന്തിനാണ് തന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് തന്നോട് പറയുവാൻ ഗാർഡിയൻസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഗാർഡിയൻസ് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നിർത്തുകയാണ്. അന്നേരം തന്നെ കേബിൾ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നീ കാരണം രൂപം കൊണ്ട പുതിയ ടൈം ലൈനിലെ ഫ്യൂച്ചറിൽ നിന്നാണെന്നും ഞങ്ങൾക്ക് വേണ്ടത് ബേബി താനോസിനെയാണെന്നും നീ അവനെ വളർത്തിയത് കാരണം താനോസ് ഒരു വലിയ പിശാചായി മാറിയെന്നും അതുകൊണ്ട് നീ ബേബി താനോസിനെ വളർത്തുന്നത് തടയുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും മര്യാദയ്ക്ക് ബേബി താനോസിനെ ഞങ്ങൾക്ക് തരുവാനും കേബിൾ ഗോസ്റ്റ് റൈഡറിനോട് പറയുന്നുണ്ടെങ്കിലും കേബിൾ പറഞ്ഞ കാര്യമൊന്നും ഗോസ്റ്റ് റൈഡർ വിശ്വസിക്കുന്നില്ല. ക്യാപ്റ്റൻ മാർവലൊക്കെ ഗോസ്റ്റ് റൈഡറിനോട് നീ ബേബി താനോസിനെ ഒരു പിശാചാക്കി മാറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഗോസ്റ്റ് റൈഡർ അതൊന്നും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗാലാക്ടസ് അവിടെയുള്ള ഗാർഡിയൻസിനെ തൻ്റെ കോസ്മിക് പവർ ഉപയോഗിച്ച് കൊന്നുകളയുകയാണ്. അത് കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഗാലാക്ടസിനോട് തന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗാലാക്ടസ് തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഹെറാൾഡായ നിന്നെ ഗാർഡിയൻസ് തല്ലുന്നത് കണ്ടിട്ട് തനിക്ക് നാണക്കേടായെന്നും അതുകൊണ്ടാണ് താൻ അവരെ കൊന്നതെന്നും പക്ഷേ ബേബി താനോസിനെ താൻ കൊല്ലുമെന്നും അതിൽ മാറ്റമുണ്ടാകില്ല എന്നും ഗാലാക്ടസ് ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗാലാക്ടസ് പറഞ്ഞതൊക്കെ കേട്ട് അവിടെ നിൽക്കെ അവിടെ ഗാലാക്ടസിൻ്റെ കോസ്മിക് അറ്റാക്കിൽ നിന്ന് മരിക്കാതെ ഭയങ്കര പരിക്കുകളോടെ രക്ഷപ്പെട്ട് കിടക്കുന്ന കേബിള് എന്തൊക്കെയോ സ്വയം പറയുന്നത് കണ്ട് ഗോസ്റ്റ് റൈഡർ കേബിളിൻ്റെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് കേബിൾ അപ്രത്യക്ഷമാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഗാലാക്ടസിന് എന്തൊക്കെയോ സംഭവിക്കുകയും ചെയ്യുന്നു. ഗാലാക്ടസിൻ്റെ ആ വലിയ ശരീരം വളരെ ചെറിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് ആൻറ്റിമാൻ്റെ പിംപാർട്ടിക്കിൾസ് എടുത്ത് ഉപയോഗിച്ച് നമ്മുടെ കേബിളാണ് ഗാലാക്ടസിനെ ചെറുതാക്കിയത്. എന്നിട്ടിപ്പോൾ കേബിൾ തൻ്റെ തോക്കിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഗാലാക്ടസിനെ കയറ്റിയിട്ട് ബഹിരാകാശത്തേക്ക് ഗാലാക്ടസിനെ വെടിപൊട്ടിച്ച് അയക്കുകയാണ്. ഇപ്പോൾ അത് കണ്ട ആ പാവം ഗാലാക്ടസിനെ നീ കൊന്നോ എന്ന് കേബിളിനോട് ഗോസ്റ്റ് റൈഡർ ചോദിച്ചതും ഇല്ല എന്നും കുറച്ചു നേരത്തിന് ശേഷം അവൻ പഴയതുപോലെ ആകുമെന്ന് കേബിൾ ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ കേബിളിനെ അടിച്ചു വീഴ്ത്തുവാനായി പോയതും അപ്പോൾ തന്നെ കേബിൾ അവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് ഒരുപാട് സൂപ്പർ ഹീറോസുമായി ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്തേക്ക് വന്ന് ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അന്നേരം തന്നെ ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനെ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വാച്ചറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബേബി താനോസിൻ്റെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചു പിടിക്കുവാൻ വാച്ചറിനോട് പറഞ്ഞിട്ട് ഗോസ്റ്റ് റൈഡർ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന സൂപ്പർ ഹീറോസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരെ എല്ലാം കൊന്നുകളയുകയാണ്. പക്ഷേ കേബിള് വീണ്ടും കുറേയധികം സൂപ്പർ ഹീറോസിനെ അവിടെ കൊണ്ടുവരും. അപ്പോൾ തന്നെ വീണ്ടും ആ സൂപ്പർ ഹീറോസിനെല്ലാം നമ്മുടെ ഗോസ്റ്റ് റൈഡർ കൊല്ലുമെങ്കിലും ഷീഹൾക്കിൻ്റെ അടിയേറ്റ് നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ ബോധം പോയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുന്ന ഗോസ്റ്റ് റൈഡർ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേബി താനോസ് ഇപ്പോൾ കേബിളിൻ്റെ കൈ മുറിച്ചെടുത്ത് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സൂപ്പർ ഹീറോസിനെ എല്ലാം കൊന്നു കളഞ്ഞത് നമ്മുടെ ബേബി താനോസ് ആണ്. അങ്ങനെ ഇപ്പോൾ കേബിളിൻ്റെ കൈ പൊക്കി പിടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ബേബി താനോസ് മരിക്കാറായി അവിടെ കിടക്കുന്ന കേബിളിനെ അടിച്ചു കൊല്ലാനായി പോയതും പെട്ടെന്ന് നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനെ തടയുകയാണ്. എന്നിട്ട് ആ കേബിളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കേബിളിൻ്റെ ആ ടൈം ട്രാവൽ മെഷീൻ ഗോസ്റ്റ് റൈഡർ നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ തന്നെ കേബിള് നീ ബേബി താനോസിനെ വളർത്തരുതെന്നും ഇവൻ വലിയൊരു പിശാചായി മാറുമെന്നും ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞു തീർന്നതും ആരോ ഒരാൾ ഇപ്പോൾ കേബിളിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ കേബിളിനെ കൊന്നത് ആരാണെന്ന് നോക്കിയ ഗോസ്റ്റ് റൈഡർ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേബിളിനെ കൊന്നിരിക്കുന്നത് ഒരു വലിയ താനോസാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ താനോസ് ഗോസ്റ്റ് റൈഡർ വളർത്തി വലുതാക്കിയ താനോസാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് ഒരു പോർട്ടൽ വഴി ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ താനോസ്. മാത്രമല്ല ഈ താനോസ് ആണെങ്കിൽ പണിഷറിനെ പോലെയാണ് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന താനോസ് ആണെങ്കിൽ ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി എന്നും തന്നോട് ക്ഷമിക്കണേ അച്ഛാ എന്ന് ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്.